മോർണിംഗ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, അപ്പോൾ ഇന്ന് രാവിലെ ഡ്യൂട്ടി ഉണ്ട്. 6 മണിക്കാണ് എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. 5:30 ആയി. അപ്പോൾ ഇപ്പം എന്നും ഞാൻ രാവിലെ 4 മണിക്ക് കേൾക്കുന്നുണ്ട് ആൻഡ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ലൈഫ് കുറച്ചൊക്കെ റീസെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വീഡിയോ ഞാൻ എടുക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി റീസെറ്റ് ആയിട്ടില്ല. ലൈക്ക് കുറച്ചുകൂടി ലേസിയാണ്, കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്താനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് എല്ലാത്തിലും ഒന്ന് ഓക്കെ ആയിട്ട് വീഡിയോ എടുക്കാമെന്ന്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വീഡിയോ എടുത്താൽ അതിൻ്റെ പുറകെ അങ്ങ് പോവും. അതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു അടിപൊളി വെതറാണ്, ലൈക്ക് തണുപ്പില്ല. ഞാൻ അതുകൊണ്ട് ജാക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ചെറിയൊരു സാധനം ജസ്റ്റ് തണുക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വരുമ്പോൾ വേർത്ത് കുളിച്ച് വരേണ്ട വരും. അതായിരിക്കും അവസ്ഥ. ആൻഡ് നല്ല അടിപൊളി വെതർ. നിങ്ങൾക്കിപ്പോൾ വെട്ടം കാണാം, അതുകൊണ്ടായിരിക്കണം, വെട്ടം ഉള്ളതുകൊണ്ടായിരിക്കണം. ഞാൻ ഇപ്പം എന്നും രാവിലെ 4 മണിക്ക് കേൾക്കുന്നുണ്ട്. ഏതോ 2 ദിവസം അലാറം വെച്ച് 4 മണിക്ക് ഇട്ടും. അതേ പിന്നെ ഇപ്പോൾ 4:30 4:15 എന്ന് പറഞ്ഞ് എനിക്കും. അതുമല്ല ഇപ്പം നേരത്തെ ഉറക്കം വരുന്നുണ്ട്. 9:30 ആകുമ്പോഴത്തേക്കും ഞാൻ കിടക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് ഒരു അടിപൊളി നൈറ്റും ഒരു അടിപൊളി മോർണിംഗ് റുട്ടീനുമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ആൻഡ് എൻ്റെ മൈൻഡ് ഫുൾ ഹാപ്പി ആവുന്നുണ്ട്. സോ ഐ എം ഫീലിംഗ് സോ ഹാപ്പി ആൻഡ് ഫ്രഷ് എവറി മോർണിംഗ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ വെളിയിൽ വന്ന് പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ എല്ലാ ദിവസവും ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടുന്ന ഭയങ്കര ഒരു അടിപൊളി ഫീലിംഗാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സോ ഞാൻ ഇപ്പോൾ എൻ്റെ വേ ടു വർക്കാണ്. ആക്ച്വലി ഞാൻ സാധാരണ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോവാറ്. അപ്പോൾ ഇന്നും ഞാൻ പാൻസൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ടോപ്പ് വർക്കിങ്ങിൻ്റെ യൂസ് ചെയ്യുന്ന ടോപ്പുണ്ട്, അതിട്ടിട്ടില്ല. കാരണം അത് ഞാൻ ഇന്നലെ ഇട്ടത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടാൽ മതി. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് പിരികൊക്കെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇന്നൊരു പരിപാടിയുണ്ട്, ഒരു പാർട്ടി ഉണ്ട്. ഇപ്പോൾ പാർട്ടിക്ക് പോകണം. വേറെ നല്ല ഹൗസ് ബിൽഡിങ് പഠിക്കുന്ന. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പാർട്ടിയുടെ കേസാണ്. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് അപ്പോഴത്തേക്കും തീർന്നു കേട്ടോ. അപ്പം ഒത്തിരി പഴയ വീഡിയോസൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പാർട്ടി ആരുടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഹൗസ് ബിൽഡിങ് പഠിക്കുന്ന കുറച്ച് ആഫ്രിക്കൻ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർ വെക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അവരുടെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ എന്നാണ് പറഞ്ഞിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അവർ ചെറിയ പാർട്ടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അൻഷ്പ്രഹ് പാർട്ട്ണറും അതായത് കോൺടാക്ട് പേഴ്സണും ആളൊക്കെ ഉണ്ടാവും കേട്ടോ. പുള്ളി നമുക്കൊരു ഇത് പോസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമോ ഇല്ലയോ എന്ന് പറയണം. ഞാൻ അതൊന്നും വായിച്ചും കൂടെ ഇല്ലാത്ത തിരക്കിൻ്റെ ഇടയ്ക്ക് കണ്ടു. തിരിച്ച് മെസ്സേജ് അയക്കണമെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ പുള്ളി എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും നന്ദുവൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നന്ദു അൺഫോർച്ചുനേറ്റ്ലി സെമിനാറിലാണ്. പക്ഷെ അവൻ ഇന്ന് വരും എന്നാണ് അവൻ പറഞ്ഞത്, പാർട്ടി കൂടാനും പിന്നെ അവന് സ്കൂളിൽ പോകാൻ വേണ്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടറിയാം. തന്നെ പോകാൻ എനിക്ക് ചടപ്പാണ് ഗൈസ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും. എനിവേ ഞാനപ്പോൾ എൻ്റെ വർക്കിന് പോട്ടെ. വീട്ടിൽ വിളിച്ചിട്ടില്ല, വീട്ടിലൂടെ വിളിക്കട്ടെ. ബൈ. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു പാർട്ടി ഉണ്ട്. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പാർട്ടിക്ക് പോകാൻ വേണ്ടി റെഡിയായി. ആൻഡ് എൻ്റെ ഡ്രസ്സ് വരുന്നത് ഇതാണ്. കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ ഡ്രസ്സ് വന്നിട്ട്. പാർട്ടിക്ക് പോകാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ബ്ലാക്ക്, അതുപോലെ ഒരു ഷൂ ആണ് ഇട്ടിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ഇതിനെന്താ പറയുക, എന്തോ ഒരു കുന്ത്രാണ്ടത്തെ പേര് പറഞ്ഞ് മറന്നുപോയി. അപ്പോൾ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇതിടാണ്ട് പ്ലെയിൻ ആയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കത് നേരം അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞങ്ങളങ്ങനെ റെഡിയായി ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയ സ്റ്റോപ്പിൽ ഒരു ഡോണർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഞാനും ഇതിനോട് കൂടി ഒരു ഡോണർ ബോക്സ് വാങ്ങിച്ചിട്ട് അത് ഷെയർ ചെയ്ത് കഴിച്ചു. ആൻഡ് ഇപ്പോൾ കോള കുടിച്ചിട്ട് പോവാണ്. വിശക്കുന്നുണ്ട്. ഞാനാണെങ്കിലും ജോലി കഴിഞ്ഞ് വന്നിട്ടൊന്നും കഴിച്ചില്ല. ഇവനും സെമിനാറിന് പോയൊക്കെ ആയിരുന്നു. ഇവനും വലിയവരായിട്ടൊന്നും കഴിച്ചില്ല. പിന്നെ അവിടെ പോയാലും 6:30 ഫുഡ് വരുന്നത്. അല്ല, 6:30 പാർട്ടി ബിഗിൻ ചെയ്യുന്നത്. ബിഗിൻ ചെയ്യുമ്പോഴേ നമ്മൾ പോയി ഫുഡൊന്നും എടുക്കുന്നുണ്ടാവില്ല. കുറച്ച് നേരം ഒന്ന് സംസാരിച്ചൊക്കെ ഇരുന്നിട്ടായിരിക്കും മേ ബി ഫുഡ് കഴിക്കുന്നത്. അപ്പം നമുക്ക് വിശക്കും. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി കഴിച്ചു. ഇല്ല നന്ദു? യെസ്, ഞങ്ങൾ പോട്ടെ. പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കവർ ചെയ്യാം. ആൻഡ് എൻ്റെ ഇവിടെ കീറിയിരിക്കാനായിട്ട് ഞാൻ പിന്നെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചു.
അതെന്തോ ഇങ്ങനെ എവിടെ കൊളുത്തി കീറിയതാട്ടോ. അതിപ്പോൾ നെറ്റ് ആയതുകൊണ്ട് വേഗം കീറിപ്പോവും, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അന്ന് ഇന്ന് തന്നെ കാണാൻ എങ്ങനെ ഉണ്ടടാ നന്ദു? കൊള്ളാമോ? അല്ലെങ്കിൽ നേരം അവിടെ ഒരു കുപ്പി കള്ളു വിശ്വസിക്കുന്നുണ്ട്. വേണ്ട, എൻ്റെ എടുത്ത് ആര് കുടിക്കണോ അവനവിടെ വീഴും. അവിടെ എവിടെ ക്യാമറയും കണ്ട് വെച്ചിട്ടുണ്ട്, ആരിലും എൻ്റെ ഒഴുക്കി എടുത്ത് കുടിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോട്ടേട്ടോ പോയിട്ട് കാണാം. അപ്പോൾ അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. ഞാൻ മിക്സാക്കി ഇടാമെന്ന് വെച്ചു, കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ വ്ലോഗ് ഭയങ്കര ഷോർട്ടായി പോകും. അപ്പം ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഞാൻ രാവിലെ ജീൻസും ടോപ്പൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ട് പോവുകയാണ്. സ്കൂളിലേക്ക് പോകണമെന്ന് എനിക്ക് ജോലിയില്ല, സ്കൂളിൽ പോവാണ്. കാരണം നമുക്കിന്ന് എന്താ പറയുക, അപ്സ്ലൂസ് ഫയറുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റുള്ള ബാച്ച് ഉണ്ടായിരുന്നു. എൻ്റെ റൂമിൻ്റെ താഴെയുള്ളൊരു പെണ്ണൊക്കെയാണ്. എനിക്ക് പേര് പറയണമെന്നുണ്ട്, പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ. ഡാറ്റൻ ഷൂട്ട്സുണ്ട് ഇവിടെ എല്ലാത്തിനും. അപ്പോൾ ആൾക്ക് പാസ്സായി, അതായത് ഹൗസ് ബിൽഡിങ് പാസ്സായി. സോ ഇനി മുതൽ അവളുടെ സ്റ്റുഡൻ്റ് അല്ല നവസാണ്. അപ്പോൾ ഇന്നലെ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് അവരുടെ സെലിബ്രേഷൻ ഉണ്ട്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആണല്ലോ, സെക്കൻഡ് ഇയറിലാവാൻ പോകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ വക ഡാൻസ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അപ്പം നമ്മൾ പോവാണ്. ഞങ്ങളുടെയൊക്കെ വക ഡാൻസാണ്. ലൈക്ക് ഇന്ത്യൻ ഡാൻസസ് ഒന്നുമല്ല, ലൈക്ക് ജർമ്മൻ പ്ലസ് കുറേ അതും ഇതൊക്കെയാണ്. ഏകദേശം ഒരു 3 മിനിറ്റുള്ള ഒരു ഡാൻസാണ്, വേറൊന്നുമില്ല. അപ്പം നമ്മൾ ഡാൻസ് കളിക്കാൻ വേണ്ടി പോവാണ്. ആൻഡ് എനിക്കൊന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും, ഫസ്റ്റ് ഇയറിലെ സർട്ടിഫിക്കറ്റ് എനിക്കും കിട്ടും. എന്താകുമെന്ന് അറിയാമല്ല, ജയിച്ചിട്ടുണ്ട് അതെനിക്കറിയാം. ആൻഡ് ഫസ്റ്റ് ഇയറിലെ സർട്ടിഫിക്കറ്റ് എനിക്കും കിട്ടും. കാണിച്ചു തരാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ കാണിച്ചു തന്നിരിക്കും ഗൈസ്. കാണിച്ചു തരാം, വെറുതെ പറഞ്ഞു കാണിച്ചു തരാം. ഓക്കെ, അപ്പം അങ്ങനെ ബാഗൊക്കെ തൂക്കി രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയതാണ്. കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ട്, സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. എനിവേ പോയിട്ട് കാണാം. പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ കവർ ചെയ്യാം. പക്ഷേ എൻ്റെ ഡാൻസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഡാൻസ് കളിക്കില്ല, വേറെ കാര്യം ഫോണിൽ എടുത്ത് തരാമില്ലല്ലോ. നമുക്ക് നോക്കാം. സോ ഗൈസ്, ആഫ്റ്റർ എല്ലാ സ്ട്രെസ്സിന് ശേഷം വീട്ടിലതാ തിരിച്ചെത്തിയപ്പോൾ കിട്ടുന്നൊരു സമാധാനമുണ്ട്. എൻ്റെ മക്കളെ എല്ലാം കഴിഞ്ഞു, ഡാൻസ് കഴിഞ്ഞു, ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. ആൻഡ് സർട്ടിഫിക്കറ്റ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, കാരണം അതിലെന്തോ കമ്പ്യൂട്ടർ ഫെയിലർ ഉണ്ട് നമ്മുടെ മാർക്കുകളിൽ. സോ അതുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് തിരുത്തി പുതിയത് തരും. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് പേർക്ക് സർട്ടിഫിക്കറ്റ് തന്നു. അപ്പം നോട്ട് സംതിങ് എന്തോ പിള്ളേർക്ക് ഡൗട്ട് വന്ന് ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ പറഞ്ഞു ഓക്കെ, എന്നാൽ കമ്പ്യൂട്ടർ ഫെയിലർ ആയിരിക്കും, ഞങ്ങൾ ഒരെണ്ണോടെ തരാം. അപ്പോൾ അത് നെക്സ്റ്റ് സ്കൂൾ ബ്ലോക്കിൽ തരാമെന്നാണ് പറഞ്ഞത്, ഷൂട്ട് ബ്ലോക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് നിലവിൽ ഉള്ള നോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആണ്. ഡ്രൈ എന്ന് പറയുമ്പോൾ ആവറേജിൻ്റെ മേളിൽ എന്തൊരു ഇത് പറയായിരുന്നു, മറന്നേ, ഗൂട്ട് അത് കഴിഞ്ഞ് വരുന്നതാണ് എനിക്ക്. ഓക്കെ, ഡ്രൈ ആണ് നിലവിലുള്ളത്. പിന്നെ ഒരു ഗുഡുണ്ട്, അതായത് ഒരു സ്വയും ഒരു ഡ്രൈ ആണ്. ടോട്ടലി ഗാൻസ് ഈ ഇയറിൽ കേട്ടോ, ഫസ്റ്റ് ഇയറിൽ എല്ലാ ടീച്ചർമാരുടെ ഇതും കൂടെ കൂട്ടിയിട്ട് ഒരു സ്വൈ, ബാക്കിയെല്ലാം തന്നെ ഡ്രൈ ആണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഹാപ്പിയാണ്. പക്ഷേ എന്തോ നോട്ടിൽ മിസ്റ്റേക്ക് ഉണ്ട്, മേ ബി 2 ആവാം, അല്ലെങ്കിൽ വീണ്ടും ഫിയർ ആവാം, നമുക്ക് അറിഞ്ഞൂടാ. അപ്പം എനിവേ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ആൻഡ് ഇതൊന്നും നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള സംഭവമല്ല കേട്ടോ. നെക്സ്റ്റ് സ്പെഷ്യൽ പ്രൂഫ് അങ്ങ് വരുന്നുണ്ട്, എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇയർ ജനുവരിയോ സംതിങ് എത്ര ആണ്. അപ്പം എനിക്ക് അപ്പോഴത്തേക്കും നോട്ട്സും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ അടിപൊളിയാക്കണം. പിന്നെ ഏറ്റവും ലാസ്റ്റ് അബ്സല്യൂട്ട് പ്രൂഫിങ് വരുന്നുണ്ട്, അതിന് പാസ്സാവണം. അതാണ് മെയിൻ. ഇതൊന്നും അല്ല, ഇതൊക്കെ ചെറിയ ചെറിയ കുട്ടി സാധനങ്ങളാണ്. അതിനാണ് പാസ്സാവേണ്ടത്. അത് പാസ്സാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് മ്യൂൺലിഷ്, എനിക്ക് ഏറ്റവും പേടി മ്യൂൺലിഷയാണ്. ഷ്രിഫ്ലിഷ് എനിക്ക് ഒരു കുഴപ്പമില്ല, കാരണം ഞാൻ അടിപൊളിയായിട്ട് എഴുതും. എനിക്ക് ഷ്രിഫ്ലിഷ് എല്ലാത്തിനും ക്ലാസ്സിലാണെങ്കിലും അയൻസും സ്വയൊക്കെയാണ് കിട്ടാറുള്ളത്. പിന്നെ ഈ പൊളിറ്റിക്കും ഇതൊന്നും വലിയ ഉപയോഗമുള്ള സാധനമല്ല, അതൊന്നും ഞാൻ പഠിക്കില്ല, എനിക്കിഷ്ടമല്ല. നാട്ടിലെ തന്നെ രാഷ്ട്രീയം കയറാമല്ല, അപ്പോൾ പിന്നെ ജർമ്മനി വന്നിട്ട് രാഷ്ട്രീയം പഠിക്കുമല്ലേ. അത് പക്ഷേ അബ്സല്യൂട്ട് പ്രൂഫിങ്ങിന് നമുക്കതൊന്നും സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവില്ല, കാരണം അത് ഇമ്പോർട്ടൻ്റ് ഉള്ളതല്ല, ജസ്റ്റ് ബാക്കിയുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഞാൻ അതിനൊക്കെ ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. അപ്പോൾ എനിവേ അടിപൊളി പരിപാടിയായിരുന്നു. എനിക്ക് അറിയാവുന്ന 2 പേരുണ്ടായിരുന്നു, അവർ 2 പേരും പാസ്സായി. ആൻഡ് എല്ലാവരും പിന്നെ ഒന്നുകൂടെ കണ്ടു, സ്കൂളിൽ പോയി, പിന്നെ എല്ലാവരുമായിട്ട് പരിചയമായി.
പരിചയം മീൻസ് ഓൾറെഡി പരിചയമാണ്, പക്ഷെ കുറച്ചുകൂടി നല്ല കമ്പനി ആൻഡ് ടച്ചായി. പിന്നെ വ്ലോഗ് എടുക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും അത് പേഴ്സണലി താല്പര്യമുള്ള കൂട്ടത്തിലല്ല. അപ്പം നമ്മൾ വ്ലോഗ് എടുക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വരരുത്, അതുകൊണ്ടാണ്. പിന്നെ മേ ബി ഇനി സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്ന പിള്ളേരെയൊക്കെ കാണിച്ചു തരാം. ഞാൻ എപ്പോഴും പറയാറില്ല, എൻ്റെ അടുത്തൊരു ചെറുക്കനായിരിക്കുന്ന ആൾ ഭയങ്കര അടിപൊളിയാണ്, എന്നെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. അവൻ ലൈക്ക് എന്നോട് ഭയങ്കര കാര്യമാണ്, എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. എന്നെ ഭയങ്കര കാര്യം, എവിടെ പോയാലും എന്നെ വിളിച്ചുകൊണ്ട് പോകും. അത് സിഗരറ്റ് വലിക്കാൻ പോയാൽ എന്നെ വിളിച്ചുകൊണ്ട് പോകും, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പം അങ്ങനെ പിന്നെ ടീച്ചറുമായിട്ട് നോട്ട് സംസാരിക്കാൻ പോകുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോകും, നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും വരാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വരും. ആൻഡ് ഹാപ്പി. കാരണം ഞാൻ വീട്ടിൽ പോകാൻ നേരത്ത് ഞാൻ ഇത് കയറാൻ വേണ്ടി നിൽക്കുക, ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നിൽക്കുക. അവനെനിക്ക് മെസ്സേജ് അയച്ചു, ലിസ്ന എന്തായി ഫ്ലൈറ്റ് കയറാറായോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നമ്മളങ്ങനെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, നമുക്കിങ്ങനെ ഒരു ജർമ്മൻ ഫ്രണ്ടിനെ കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആളുമായിട്ട് ഭയങ്കര കമ്പനിയായിട്ടോ. ഞാൻ വേറെ ആരുമായിട്ട് അത്രയും ടച്ചില്ല, അവനായിട്ട് ഞാൻ ഭയങ്കര കമ്പനി. 24 ദിവസം പറ്റുള്ളൂ. അപ്പം യെസ്, അങ്ങനെ. അപ്പം ഞാൻ ഒരു ദിവസം ആളെ വ്ലോഗിൽ കൊണ്ടുവരാൻ മാക്സിമം നോക്കാം. കാരണം ഇപ്പം എനിക്കറിയില്ല, അവന് ചിലപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷേ ഞാൻ അങ്ങനെ മിണ്ടുന്ന ഒരു ടൈപ്പും അല്ല. ആ ഒരു ഇതുള്ളൂ, ഞാൻ സംസാരിക്കില്ല അത്രയും. അപ്പം മേ ബി സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ആളെ വ്ലോഗിൽ കൊണ്ടുവരാം. എല്ലാവരെയും ഹഗ്ഗൊക്കെ ചെയ്ത് പിരിഞ്ഞു വന്നേക്കാണ്. ഇനി നെക്സ്റ്റ് സ്കൂൾ ഇയറിൽ കാണാൻ പറ്റും. ഇനി സെക്കൻഡ് ഇയറിലേ പോകുന്നുള്ളൂ സ്കൂളിലേക്ക്. ഇനി എനിക്ക് ക്രങ്കൻ ഹൗസാണ്. ആൻഡ് ക്രങ്കൻ ഹൗസ് വരുന്ന പോലെ ഇവിടെ ഒത്തിരി പോവാണ്ട് ക്രങ്കൻ ഹൗസിലേക്ക്. അപ്പോൾ അവിടെ ഇന്ന് വിളിച്ച് എനിക്ക് 16-ാം തീയതി ലീവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം 16-ാം തീയതി ഇവിടെ DRKയുടെ ഫെസ്റ്റ് ഒന്നും ഉണ്ട്. DRK സ്റ്റാർട്ട് ചെയ്തിട്ട് 300-400 എത്രയോ കൊല്ലമായിരുന്നു. അതിൻ്റെ എന്തോ ഫെസ്റ്റ് ഉണ്ട്. എനിക്ക് DRK വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 16-ാം തീയതിയാണ്. അപ്പം അത് ഞാൻ അന്ന് ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് വൈകുന്നേരം പോയി ഡാൻസ് കളിക്കണം. എൻ്റെ അടുത്ത് ഇവിടെ നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു. എൻ്റെ മറ്റേ സെക്കൻഡ് ആയിട്ട് ഞാൻ പറയുള്ളൂ, പുള്ളി പറഞ്ഞു വിട്ടു ലൈക്ക് അവളുടെ അടുത്ത് ഇൻഡിഷ്യസ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാൻ പറയണം എന്ന് പറഞ്ഞു. ഇവിടെ ഇൻഡിഷ്യസ് എന്നാണ് പറയുള്ളൂ. ഇവർക്ക് ഇന്ത്യൻ ലാംഗ്വേജ് ഹിന്ദി ലാംഗ്വേജ് ആണ്. ആൻഡ് എനിക്കെന്തോ തന്നു വിട്ടിട്ടുണ്ട് ജർമ്മനിൽ, അതെന്തോ ഞാൻ മലയാളത്തിലാക്കി കൊടുക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇനി. യെസ്, എന്താണല്ലോ എല്ലാം അടിപൊളിയായിട്ട് സെറ്റായിട്ട് പോകുന്നുണ്ട് ഇവിടെ. കുറച്ചുകൂടി ഇപ്പം നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആട്ടോ. നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ വെച്ച് ഇവിടെ ഭയങ്കരമായിട്ട് ഡിഫറെൻറ്റാണ്. അതൊക്കെ ഞാനൊരു വീഡിയോയിൽ പറയണം എന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം ഞാനങ്ങനെ പേഴ്സണലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ല. ക്യാമറയിലാണ് എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ളവരുടെ അടുത്താണ്. പക്ഷേ ഒരു 10 പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മേ ബി 1-2 ആൾക്കാരുടെ അടുത്തായിരിക്കും ഞാൻ ക്ലോസ് ഉള്ളൂ. എനിക്ക് അവരില്ലാണ്ട് അങ്ങോട്ടും പോകാനോ ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പേഴ്സണാണ് കേട്ടോ. ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ ഞാൻ അത്ര ബോൾഡല്ലെന്ന് ഞാൻ പറയുന്നില്ല, ബോൾഡാണ്. പക്ഷേ ടോക്കറ്റീവ് അല്ല, ഒരു കമ്മ്യൂണിക്കേഷന് പറ്റിയ ഒരാളൊന്നും അല്ല ഞാൻ അത്ര അടിപൊളിയായിട്ട്. ഓക്കെ, പക്ഷേ ഇപ്പം ഞാനിവിടെ നന്ദുവിൻ്റെ കൂടി ഇപ്പോൾ എവിടെ പോയാലും ഭയങ്കര നന്ദു ഉണ്ടല്ലോ എൻ്റെ മോനെ. ഇന്നലെ ഞങ്ങൾക്ക് അസുബി പാർട്ടി ഉണ്ടായിരുന്നില്ലേ, എൻ്റെ പൊന്നളിയാ അവിടെ പോയി ഞാനാണെങ്കിൽ ഇങ്ങനെ നിൽക്കോ, ആരോടും മിണ്ടും, എങ്ങനെ പോയി മിണ്ടും, എന്ത് മിണ്ടും എന്നൊക്കെ ആലോചിച്ചിട്ട്. പുള്ളി ഞാൻ പോയപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ ഒരു പുള്ളിക്കാരി ഉണ്ട് കേട്ടോ. ഒരു പുള്ളിക്കാരി എടുത്തോട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും കയ്യിലെടുത്തു, ആരെയും കയ്യിലെടുക്കാത്തില്ല. ഇവിടുത്തെ DRKയുടെ മെയിൻ ഹെഡായിട്ടുള്ളൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ കിട്ടിയോളാണ് അവൻ്റെ ബോസ്. അതിനെ ആദ്യം വളച്ചൊടിച്ച് കയ്യിൽ വെച്ച് വെക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോഴും പുള്ളിക്കാരനെ പറ്റി പറയാറുണ്ടാവും. എനിക്ക് പുള്ളിക്കാരനെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് മിണ്ടാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം അറിയുന്ന ഒരാളുമല്ല. അതുപോലെ വാസിഫും അവിടെ തന്നെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വാസിഫും പറഞ്ഞ പുള്ളിക്കാരനെ എനിക്ക് ശരിക്കും അറിയാം. പക്ഷേ നന്ദു എല്ലാവരെയും ഉടനെ കയ്യിൽ കുപ്പിയിലാക്കി. ഞാൻ പറയും ഉമ്മച്ചി എടുത്തപ്പോഴും നന്ദു ലൈക്ക് ഉമ്മച്ചീനെയൊക്കെ പോലെയാ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ മിണ്ടി വേഗം ആൾക്കാരെ കയ്യിലെടുക്കാൻ എടുക്കാനാണ് ഞാൻ പറയുക. പക്ഷെ ഞാൻ ആ ഒരു ടൈപ്പല്ല. അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ സെറ്റായിട്ട് വരുന്നുണ്ട്. ഞാൻ അതൊക്കെ ഉള്ളൂ. പിന്നെ കുറേ ആയിട്ട് ഇപ്പം കുറേ പിള്ളേരൊക്കെ ആയിട്ട് കമ്പനി. ഇവൻ്റെ കൂടെ ഈ സിഗരറ്റ് വലിക്കാൻ പോയി. ഞാൻ സിഗരറ്റ് വലിക്കില്ല, പക്ഷേ സിഗരറ്റ് വലിക്കാൻ കൂടെ ഞാൻ കൂട്ടിന് പോകും. പോയി സിഗരറ്റ് വലി കമ്പനിക്കാരൊക്കെ ആയിട്ട് ഞാനും ഭയങ്കര കമ്പനിയാണ് ക്ലാസ്സിൽ. ആൻഡ് സംസാരിക്കും. കുഞ്ഞു പിള്ളേരുണ്ട്, 16 വയസ്സുള്ള. നമ്മളിപ്പം മിഡിൽ കിഡ് എന്ന് വേണേൽ പറയാം. കാരണം അതിൻ്റെ മുകളിലുള്ളവരുണ്ട്, അതിൻ്റെ താഴെയുള്ളവരുണ്ട്. അപ്പം എല്ലാവരുമായിട്ട് കമ്പനിയാണ്, ഹാപ്പിയാണ്, അങ്ങനെ പോകുന്നു. അപ്പോൾ എന്താണല്ലോ നമുക്കിനി അടുത്തൊരു വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. Don't play with her, don't be the size. Still not